ഓൾമോസ്റ്റ് ഒരു 10 വീക്സ് ടു ഒരു 12 മന്ത്സ് അതായത് 1 ഇയറോളം എടുക്കും ആ ഒരു സെക്കൻഡ് സ്റ്റേജ് ഉം. ഫ്രോസൺ ഷിയർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഉം. അപ്പൊ ആ ടൈമിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമ്മുടെ ഷോൾഡർ ഇങ്ങനെ തന്നെ ഇരിക്കും. അത് അവിടെ നമുക്ക് ചെറിയ മൂവ്മെന്റ്സ് പോലും നമ്മളെ ഭയങ്കരമായിട്ടും ഉം. ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പെയിൻ ആയിരിക്കും. സംടൈംസ് അത് കയ്യിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. സംടൈംസ് ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അതും ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ചില ആൾക്കാർക്ക് ഇങ്ങനെ പെയിൻ വരുമ്പോൾ അയ്യോ ഇനി ഹാർട്ട് അറ്റാക്ക് വല്ലതും ആണോ? അങ്ങനെ വരെ ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. എത്രയോ പേര് വന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ പെയിൻ ഇങ്ങനെ പോവാറുണ്ട്. തിരിച്ച് നമ്മുടെ ഹാർട്ടിന്റെ സൈഡിലേക്ക് അങ്ങനെയും വരാം. ഈ സൈഡിലും അതുപോലെ തന്നെയാണ്. ഏത് വശത്തേക്കൊക്കെ അതിന് പോകാൻ പറ്റോ അങ്ങനെയെല്ലാം പെയിൻ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. പക്ഷെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഷോൾഡറിലായിരിക്കും ഉണ്ടാവുക. ബാക്കി മുകളിലേക്കും താഴേക്കുമുള്ള ഭാഗങ്ങളിലേക്ക് ഉണ്ടാവുന്ന വേദനകൾ എന്ന് പറഞ്ഞാൽ അത് റിലേറ്റഡ് പെയിൻ ആയിട്ട് വരുന്ന സംഭവങ്ങളാണ്. പിന്നെ പറയുന്നത് തോയിങ് സ്റ്റേജ് ആണ്. അതെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-9 മന്ത്സ് തൊട്ട് ഏകദേശം ഒരു 2 വർഷം വരെ നീണ്ടുപോകുന്ന സംഭവമാണ്. അതെന്ന് പറയുമ്പോൾ സ്റ്റിൽ ആ ഫ്രോസൺ സ്റ്റേജ് അങ്ങനെ തന്നെ ഇരിക്കുകയും പയ്യെ, 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 പയ്യെ അത് ലൂസ് ആവാൻ തുടങ്ങും. ആ ലൂസ് ആവുന്ന സമയത്ത് കുറച്ച്, കുറച്ച്, കുറച്ചായിട്ട് പെയിൻ ഇങ്ങനെ കുറഞ്ഞു, 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 കുറഞ്ഞു വരും. ആ ഒരു സ്റ്റേജാണ് 3 സ്റ്റേജ് എന്ന് പറയുന്ന തോയിങ് സ്റ്റേജ്. ഉം. അപ്പൊ അതില് പെയിൻ ഇങ്ങനെ കുറഞ്ഞു വരും. പക്ഷെ അതിന് എത്ര വർഷം വരെ എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. മിനിമം ഒരു 2 ഇയേഴ്സ് എന്ന് പറയുന്നതാണ്. മേ ബി 5 പ്ലസ്, പ്ലസ്, പ്ലസ് പോവാൻ ചാൻസസ് വളരെ, വളരെ കൂടുതലാണ്. അത് നമ്മുടെ ആക്ടിവിറ്റീസും ബാക്കിയുള്ള നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആയിട്ട്